ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്രേ പേപ്പർ വെച്ചിട്ട് ആന്തോറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവൂലേ. ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ആന്തോറിയാണ് ഉണ്ടാക്കുന്നത് ക്രേ പേപ്പർ വെച്ചിട്ട്. ഇത് രണ്ടെണ്ണം നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ നടുക്ക് കൊടുക്കാനായിട്ട് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 നടുക്ക് കൊടുക്കാൻ ഒരു കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ, തണ്ട് കൊടുക്കാൻ. അതിൻ്റെ തണ്ട് കുറച്ചും കൂടി തടി തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൈപ്പ് മുന്നേ കാണിച്ചിരുന്നല്ലോ, ക്രാഫ്റ്റിംഗ് ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഒരു പശ എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ ടാപ്പ്, ഒരു കത്രിക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഒരു കഷ്ണം ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഒരു നീളത്തിലൊരു പീസ് എടുക്കണം. പീസ് എടുത്തിട്ട് ഈ ഒരു കമ്പിയിൽ ഇതൊന്ന് ചുറ്റി കൊടുക്കാം. തലപ്പൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കട വരുന്ന ഭാഗം കുറച്ച് വണ്ണം വേണം കേട്ടോ. ഇവിടെ ഇത്തിരി തടി ഇങ്ങനെ വേണം. കുറച്ചും കൂടി ചുറ്റിയിട്ട് അവിടെ കുറച്ച് വണ്ണത്തിൽ തോന്നണേ. ഈ ലാസ്റ്റ് വരുന്ന ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ ഒട്ടിച്ചു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പശ തേച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച ആ മഞ്ഞൾപ്പൊടിയില്ലേ, അത് ഇതിലൊന്നും ഇങ്ങനെ തേച്ച് കൊടുക്കണം, ഒന്ന് പിടിപ്പിച്ചു കൊടുക്കണം. കടഭാഗത്തേക്ക് വേണ്ട, ഈ ഇത്രയും ഭാഗം മതി. കടഭാഗത്തേക്ക് ആയാൽ എന്താ കുഴപ്പം വെച്ചാൽ നമ്മളെ കയ്യിൽ ആ പിടിച്ച ഭാഗം, നമ്മൾ ഇപ്പോൾ വൈറ്റ് കളറാണ് പിടിക്കുന്നത് വെച്ചാൽ അതിലൊക്കെ പിടിക്കും. അപ്പോൾ അവിടേക്ക് ആക്കണ്ട. ഈ തലപ്പ് കുറച്ച് കാണുന്ന ഭാഗം മാത്രം മതി, നമ്മൾ ചുറ്റുന്ന ഭാഗത്തേക്ക് വേണ്ട. ഈ ഒട്ടിച്ച് വെച്ചത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഉണങ്ങുന്ന ഈ എതൾ കട്ട് ചെയ്യുന്നവരെ കേട്ടോ. ഈ എതളിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ മൂലയിൽ നിന്ന് അപ്പുറത്തെ മൂലയിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് പശ തേച്ച് കൊടുക്കണം. ഈ കമ്പി ഒന്ന് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെട്ടിയ ഭാഗം ഉണ്ടല്ലോ, അതിനെ ഇങ്ങനെ നേരെ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ ക്രോസായിട്ട് കിട്ടും വേണം, ഇതിൽ കുറച്ച് വലുപ്പം തോന്നണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ പൈപ്പിൽ നിന്ന് ചെറിയൊരു കഷ്ണം, ഇത്ര മതി കേട്ടോ, ഇത്ര പോകുന്നൊരു കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇതിൻ്റെ ഈ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഈ ഒരു സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗവും ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കണം. നല്ല ഒട്ടിച്ചു കൊടുക്കുക, രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് ഒട്ടിച്ച് വെച്ച ആ മഞ്ഞ കളറുണ്ടല്ലോ, ആ കതിര് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇറക്കി കൊടുക്കുക. ഇറക്കി കൊടുത്തിട്ട് നല്ല ഉണങ്ങിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കൂടുതലായിട്ട് അമർത്തി പിടിക്കാൻ പറ്റില്ല. ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അത് കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഗ്രീൻ ടാപ്പ് ചുറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ പൈപ്പ് ഇല്ലേ കട്ട് ചെയ്ത് വെച്ച്, അത് ആ രണ്ട് കമ്പിയുടെ ഉള്ളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇടാൻ പറയാൻ മറന്നുപോയി. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കൂടുതൽ വരുന്ന ഭാഗമല്ലേ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഗ്രീൻ ടാപ്പ് നന്നായിട്ട് ചുറ്റുക, വലിച്ച് ചുറ്റുക കേട്ടോ. ഒന്ന് നന്നായിട്ട് ചുറ്റി
ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പം നമ്മൾ ചുറ്റി കൊടുത്തു. ഇനി ഇതിൻ്റെ ഇതളിൻ്റെ ആ വക്ക് വരുന്ന ഭാഗമല്ലേ, അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. കൂടുതൽ ബലം പിടിക്കരുത്, ചെറുതായിട്ടൊന്നിങ്ങനെ വിടർത്തി കൊടുക്കുക. കമ്പി മൂല വരുന്ന ആ മൂലയ്ക്കലുണ്ടല്ലോ, അതൊന്ന് വളച്ചിങ്ങനെ കൊടുക്കുക ആ അറ്റം. പിന്നെ രണ്ട് സൈഡും ഒന്ന് ഇപ്പുറത്തെ സൈഡും ഒന്ന് വിടർത്തി ഇങ്ങനെ വയ്ക്കുക. ആന്തൂറിയത്തിൻ്റെ വക്കൊക്കെ ഇങ്ങനെ ഒരു ചുളിഞ്ഞ പോലെ ഉണ്ടാവില്ലേ, അതുപോലെ കേട്ടോ. ഇത് ആ ഒട്ടിച്ചത് നമ്മൾ കൂടുതൽ ഉണങ്ങുന്നതിന് മുന്നേ പെട്ടെന്ന് എടുത്തിട്ട് ഉണ്ടാക്കി കാണിച്ചു. ആ മൂല ഒന്നും കൂടി ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ കൊടുത്ത് പിരിച്ച് വയ്ക്കുക. ആന്തൂറിയത്തിൻ്റെ ഒരു തുമ്പ് ഇങ്ങനെ നിൽക്കാറില്ലേ, രണ്ട് സൈഡും ഒന്നും കൂടി ചുളിച്ചിങ്ങനെ കൊടുത്ത് ചുളിച്ചിങ്ങനെ കൊടുക്കണം. ചെറുതായിട്ട് വലിച്ചിങ്ങനെ കൊടുക്കുക. നല്ല കട്ടി കൂടിയ ക്രേ പേപ്പർ ആണെങ്കിൽ കുഴപ്പമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു പിങ്കും വൈറ്റും എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. പീച്ച് കളറ് കാണാനും നല്ല ഭംഗിയുണ്ട്, വൈറ്റും കാണാൻ രസമുണ്ട്, മെറൂണും ഭംഗിയുണ്ട്. പല കളറും ഒരുവിധം കളറൊക്കെ ഉണ്ടാവാറുണ്ട്, ഇപ്പോൾ ഓഫ് വൈറ്റൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഏത് കളറ് ക്രേ പേപ്പറിൽ വേണമെങ്കിലും ഉണ്ടാക്കിയാലും ഭംഗിയാട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം.